മെത്രാപ്പൊലീത്തായുടെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട സഭയെ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ 7 പാത്രികർ കേസ് വിഭജിച്ചു. അവന്റെ സമ്മതം വേണമായിരുന്നു. ഇവൻ എന്നാ ഈ ചവ ഉണ്ടായത്? എടാ, ഇവൻ അവിടുന്ന് പോയി പട്ടം മേടിച്ചു, ബ്രിട്ടീഷ് കൗൺസിലിൽ പോയി എൻഡോഴ്സ് ചെയ്യിച്ചു, ഇവിടെ തിരിച്ചു വന്നിട്ടും തേരാപ്പാര നടക്കല്ല, ആരെങ്കിലും കൂടെ കൂടിയോ? പിന്നെ ഇവനെന്തിനാ പത്രോസ് പാത്രികീസായി ക്ഷണിച്ചു വരുത്തിയത്? ഈ സഭയുടെ യഥാർത്ഥ നായകൻ, ഈ സഭയുടെ യഥാർത്ഥ അധ്യക്ഷൻ, ഈ സഭയുടെ യഥാർത്ഥ ഇടയൻ മലങ്കരയിൽ എഴുന്നള്ളി വന്നപ്പോൾ ആട്ടിൻകൂട്ടത്തെ തങ്കലേക്ക് ആകർഷിച്ചു. അങ്ങനെ തന്റെ സഭയാണത്. അതിന് എങ്ങനെ നടത്തണം, എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ വിഭജിക്കണം, എങ്ങനെ അതിനെ അധ്യക്ഷന്മാരെ ആക്കി വെക്കണം എന്നുള്ളത് പാത്രികീസായ്ക്ക് അറിയാം. ഇതൊക്കെ തെറ്റാണ്, തെമ്മാടിത്തരമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭദ്രാസനങ്ങളെ റദ്ദ് ചെയ്യ്. ഒറ്റ സഭയായിട്ട് നിങ്ങൾ ഇരിക്കേ, ഒറ്റ മെത്രാനെയും വെക്ക്, എന്നിട്ട് വാചകം അടിക്കേ. ഇത്തിരി ഉളുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ദീർഘവീക്ഷണത്തോടുകൂടെ മലങ്കര സഭയുടെ സമഗ്രമായ പുരോഗതിക്ക് മലങ്കര സഭയെ പുനഃസംഘടിപ്പിച്ച് അതിന് കൃത്യമായ ഭരണഘടനയും ചട്ടക്കൂടുമുണ്ടായി കൃത്യമായി പോകാൻ വേണ്ടി എല്ലാ പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചതും ആധുനിക മലങ്കര സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടതും പത്രോസ് പാത്രികീസ് ബാവയാണ്. അത് മുളന്തുരുത്തി സുന്നോദോസ് മാത്രമല്ല, മുളന്തുരുത്തി സുന്നോദോസിന് ശേഷം അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങളും ചെയ്ത നടപടികളും എല്ലാമായിട്ടാണ് മലങ്കര സഭയ്ക്ക് ഒരു ദിശാബോധം തന്നെ ഉണ്ടായത്. ായിട്ടുള്ള ഭദ്രാസന രൂപീകരണവും അതിന് തക്കമുള്ള സ്ഥാപിക്കാനും കൽപ്പനയും ഒക്കെ ഉണ്ടാകും. ഒരു ആലോചനയും കൂടാതെ പാത്രികർ കേസ് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന ആളുകളോടൊപ്പം കൂടി ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ പുലിക്കോട്ട് ദിവനാസ്യോസിന് അതിനകത്ത് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ മുളന്തുരുത്തി സുന്നോദോസിന്റെ ശേഷം വരുന്നതായ സംഭവങ്ങളിലൊക്കെ അദ്ദേഹം അതൃപ്തനായിരുന്നു. മലങ്കര സഭയിൽ പുലിക്കോട്ടിൽ ദിവനാസ്യോസിന്റെ അതിർത്തി ആരും ഇവിടെ ഗവനിക്കുന്നു? പുലിക്കോട്ടിൽ ദിവനാസ്യോസിന് അതിർത്തി വന്നു. പുലിക്കോട്ട് ദിവനാസ്യോസ് ആരാ? ഒരു യാചകനെ പോലെ, അഭയാർത്ഥിയെ പോലെ 5-6 മാസം അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് മർദ്ദിനി ചെന്ന് അസുഖം ബാധിച്ച് ചാകം കടന്നു അവനെ ചികിത്സിച്ച് 1.5 മാസം ട്രീറ്റ് ചെയ്ത് അവനെ സുഖപ്പെടുത്തി മെത്രാനാക്കി വിട്ട് പാത്രികീസ് ബാവയാണ്. ഇവിടെ വന്ന് വേറെ 6 പേരെ കൂടെ മെത്രാനാക്കാൻ നേരത്ത് പുലിക്കോട്ട് തിരുമേനിക്ക് അതിർത്തി വന്നു. അതെങ്ങനെയാ? പ്രൈവറ്റ് ബസ്സെ കയറി സൈഡ് സീറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങ് നിർത്തണ്ട, ഡബിൾ ബെല്ലടിച്ച് വിട്ടോ. വേറൊരു സ്റ്റോപ്പിൽ ബസ് നിർത്താൻ പോകുമ്പോഴേ ചാരി ഇരിക്കുന്നവനൊരു അസ്വസ്ഥ. അതിനാണ് അവിടെ നിർത്തുന്നത്, അതിനാ മറ്റുള്ളവരെ കയറ്റുന്നത്, ഞാൻ കയറിയല്ലോ വണ്ടി വിടെ എന്ന് പറഞ്ഞാല് പുലിക്കോട്ടിലെ പുള്ളിക്ക് തിരുമേനി ആയി കഴിഞ്ഞപ്പോൾ വേറെ 6 പേരെ കൂടെ പരിമല തിരുമേനിയൊക്കെ ആക്കുന്ന മറ്റേ 6 പേരുടെ കൂടെ അത് ആക്കരുത്. അത് മനുഷ്യ സഹജമായ അസൂയ അച്ഛ. അതൊക്കെയാണ് അച്ഛനെ പോലെയുള്ള. അച്ഛൻ ഇത്രയും പ്രായമായതല്ലേ. മെത്രാപ്പൊലീത്തായുടെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട സഭയെ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ 7 പാത്രികർ കേസ് വിഭജിച്ചു. പുതുതായി 6 മെത്രാന്മാരെ കൂടി വാഴിച്ചു. ദിവനാസ്യോസ് ഉൾപ്പെടെ ഓരോരുത്തരെയും ഓരോ ഭദ്രാസനത്തിലും മെത്രാപ്പൊലീത്തമാരായി നിയമിച്ചു. അവന്റെ സമ്മതം വേണമായിരുന്നു. ഇവൻ എന്നാ ഈ ചവ ഉണ്ടായത്? എടാ, ഇവൻ അവിടുന്ന് പോയി പട്ടം മേടിച്ചു, ബ്രിട്ടീഷ് കൗൺസിലിൽ പോയി എൻഡോഴ്സ് ചെയ്യിച്ചു, ഇവിടെ തിരിച്ചു വന്നിട്ടും തേരാപ്പാര നടക്കല്ല, ആരെങ്കിലും കൂടെ കൂടിയോ? പിന്നെ ഇവനെന്തിനാ പത്രോസ് പാത്രികീസായി ക്ഷണിച്ചു വരുത്തിയത്? ഈ സഭയുടെ യഥാർത്ഥ നായകൻ, ഈ സഭയുടെ യഥാർത്ഥ അധ്യക്ഷൻ, ഈ സഭയുടെ യഥാർത്ഥ ഇടയൻ മലങ്കരയിൽ എഴുന്നള്ളി വന്നപ്പോൾ ആട്ടിൻകൂട്ടത്തെ തങ്കലേക്ക് ആകർഷിച്ചു. അങ്ങനെ തന്റെ സഭയാണത്. അതിന് എങ്ങനെ നടത്തണം, എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ വിഭജിക്കണം, എങ്ങനെ അതിന് അധ്യക്ഷന്മാരെ ആക്കി വെക്കണം എന്നുള്ളത് പാത്രികീസ് ബാവയ്ക്ക് അറിയാം. അദ്ദേഹത്തിന് കിട്ടിയ ഡിവൈൻ വിസ്ഡം ഉപയോഗിച്ചാണ് അദ്ദേഹം മലങ്കര സഭയെ ഭദ്രാസനങ്ങളാക്കി. ആ സമ്പ്രദായം ഇന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലുണ്ടല്ലോ അച്ഛാ. ഇതൊക്കെ തെറ്റാണ്, തെമ്മാടിത്തരമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭദ്രാസനങ്ങളെ റദ്ദ് ചെയ്യ്. ഒറ്റ സഭയായിട്ട് നിങ്ങൾ ഇരിക്കേ, ഒറ്റ മെത്രാനെയും വെക്ക്, എന്നിട്ട് വാചകം അടിക്കേ. പത്രോസ് പാത്രികീസ് ബാവ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ ഞങ്ങൾ നിരാകരിക്കുന്നു, ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു, ഞങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യുന്നു എന്ന് പറ. അല്പമെങ്കിലും അന്തസ്, ഇത്തിരി ഉളുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ദീർഘവീക്ഷണത്തോടുകൂടെ മലങ്കര സഭയുടെ സമഗ്രമായ പുരോഗതിക്ക് മലങ്കര സഭയെ പുനഃസംഘടിപ്പിച്ച് അതിന് കൃത്യമായ ഭരണഘടനയും ചട്ടക്കൂടുമുണ്ടായി കൃത്യമായി പോകാൻ വേണ്ടി എല്ലാ പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചതും ആധുനിക മലങ്കര സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടതും പത്രോസ് പാത്രികീസ് ബാവയാണ്. അത് മുളന്തുരുത്തി സുന്നോദോസ് മാത്രമല്ല, മുളന്തുരുത്തി സുന്നോദോസിന് ശേഷം അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങളും ചെയ്ത നടപടികളും എല്ലാമായിട്ടാണ് മലങ്കര സഭയ്ക്ക് ഒരു ദിശാബോധം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് മലങ്കര സഭയുടെ ഒരു പിതാവ്, ആധുനിക മലങ്കര സഭയുടെ ശില്പി പത്രോസ് പാത്രികീസ് ബാവയാണ്. അത് അച്ഛൻ മറന്ന് എണ്ണ തേക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയും കൂടെ കേൾക്കാം. എന്നാണല്ലോ അച്ഛൻ്റെ ഇത്രയും കേട്ടതല്ലേ, ബാക്കിയും കൂടെ പറ അച്ഛാ. അച്ഛൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പാത്രികീസ് ബാവ കൽപ്പന നൽകുകയും ചെയ്തു. മുളന്തുരുത്തി സുന്നോദോസിന്റെ നിശ്ചയപ്രകാരമാണ് പുതിയ ഭദ്രാസന രൂപീകരണം എത്ര വായിച്ച് നടന്നതെന്ന് സുന്നോദോസ് നടപടികളുടെയും തീരുമാനങ്ങളെയും വെളിച്ചത്തിൽ പറയുവാൻ സാധിക്കില്ല. പല അവസരങ്ങളിൽ നമുക്ക് ധാരണയുണ്ട് മുളന്തുരുത്തി സുന്നോദോസിന് ശേഷമാണ്, അല്ലെങ്കിൽ മുളന്തുരുത്തി സുന്നോദത്തിലെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ ഭദ്രാസനങ്ങൾ വിഭജിച്ചതെന്നൊക്കെ. പുതിയ മെത്രാന്മാരിൽ ആരുടെയും വാഴ്ചയിൽ, പുതുതായിട്ട് 6 മെത്രാന്മാരെ വാഴിച്ചു, ആരുടെയും വാഴ്ചയിൽ ദിവനാസ്യോസ് മെത്രാപ്പൊലീത്ത സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർ ദിവനാസ്യോസിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ആയിരുന്നു മെത്രാൻ വാഴ്ച നടത്തിയതെന്ന് പറയാൻ സാധിക്കില്ല. അറിയുകയാണെന്നും പക്ഷേ സമ്മതമില്ലായിരുന്നു. 3 പ്രാവശ്യമായിട്ടാണ് 6 മെത്രാന്മാരെ വാഴിക്കുന്നത്.
1876 ഡിസംബർ 3-ാം തീയതി. അപ്പോൾ 1876 ജൂണിലാണ് സുന്നതദോസ് നടക്കുന്നത്. അതും കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ 1876 ഡിസംബർ 3-ാം തീയതി വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി കോനാട്ട് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തായെയും കൊല്ലം ഭദ്രാസനത്തിന് വേണ്ടി കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തായെയും വാഴിച്ചു. അങ്ങനെ തുമ്പോൺ കൊല്ലം ഭദ്രാസനങ്ങൾ വരുന്നു. ഡിസംബർ 10-ാം തീയതി വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് തന്നെ അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തായെയും നിരണം ഭദ്രാസനത്തിന് വേണ്ടി ചാത്തുരത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായെയും പരിമളത്തിന് വാഴിച്ചു. ഈ മെത്രാൻ വാഴ്ചകൾ നടന്നപ്പോൾ, അതായത് 2 പേരെ 4 പേരെ വാഴിച്ചല്ലോ, ആ വാഴ്ച അവസരത്തിൽ മലങ്കരയിൽ വ്യാപകമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു. ദിവനാസ മെത്രാപ്പൊലീത്തായെ ശക്തമായി എതിർത്തു. ആ ഒരു പശ്ചാത്തലം അപ്പോ പരിമല തിരുമേനിയെ വാഴിച്ചപ്പോ പത്രോസ് പാത്രിക്കീസ് പരിമല തിരുമേനിയെ വാഴിച്ചപ്പോൾ മലങ്കര സഭയിൽ വ്യാപകമായ എതിർപ്പും പ്രതിഷേധം ഉണ്ടായിരുന്നു. പുലിക്കോട്ടിലെ ദിവനാസ തിരുമേനി നേതൃത്വം കൊടുത്തു എന്നാണ് അച്ഛൻ ഈ പറയുന്നത്. അച്ഛാ നാണമില്ലേ അച്ഛാ? അങ്ങനെയാണ് പിന്നെ ഈ പരിമല തിരുമേനിയുടെ കവർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ നാണമില്ലേ അച്ഛാ? അതാ യാക്കോക്കാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവരുടെ പാത്രക്കീസ് വാഴിച്ച തിരുമേനിയല്ലേ, അവരുടെ തിരുമേനിയല്ലേ? എന്തൊരു നാണക്കേടാ! ശേ, കഷ്ടം കഷ്ടം കഷ്ടം, മോശം. പശ്ചാത്തലത്തിലാണ് വെളിയനാട് പള്ളിയിൽ ഒരു സുന്നതദോസ് കൂടി. ആ വെളിയനാട് സുന്നതദോസ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ സംബന്ധിക്കുന്നുണ്ട്. മലങ്കരയിലെ നവീകരണത്തിന്റെ മുന്നേറ്റത്തെ തടയുക എന്നുള്ള ഉദ്ദേശമൊക്കെ ആയിരുന്നു വെളിയനാട് സുന്നതദോസിൽ ഉണ്ടായിരുന്നു. ആ സുന്നതദോസിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവ സംബന്ധിക്കുന്നുണ്ട്. അവിടെ വെച്ച് സുന്നതദോസ് പറയുന്നുണ്ട്, ഇനിയും മെത്രാന്മാരെ കൂടുതലായി മലങ്കരയിൽ വാഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പാത്രിക്കീസ് അതിന് വഴിപ്പെടുന്നില്ല. ആ സുന്നതദോസ് കഴിഞ്ഞിട്ട് 1877 ജനുവരിയിലാണ് അങ്ങനെ ഒരു സുന്നതദോസ് കൂടുന്നത്. 1877 മെയ് മാസം 17-ാം തീയതി കുന്നംകുളം ചെറളയം പള്ളിയിൽ വെച്ച് കൊച്ചി ഭദ്രാസനത്തിന് വേണ്ടി കാരോട്ട് വീട്ടിൽ ശീമോൻ മാർ ദിവനാസിയോസിനെയും കണ്ടനാട് ഭദ്രാസനത്തിന് വേണ്ടി മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായെയും വാഴിച്ചു. ഈ 6 മെത്രാന്മാരിൽ നിന്നും അവർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പാത്രിക്കീസിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് കൊള്ളാമെന്ന് പറയുന്നതായ രജിസ്റ്റേർഡ് ഉടമ്പടി പരിശുദ്ധ പാത്രിക്കീസ് ബാവ എഴുതി വാങ്ങിച്ചു. പാത്രിക്കീസിന്റെ കൽപ്പനയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയില്ല എന്നും യാതൊരു വ്യത്യാസവും അതിന് വരുത്തുകയില്ല എന്നും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്നതാണെന്നും എന്റെ ഇഷ്ടത്തിന് വിപരീതമായി, ഈ ഉടമ്പടിക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്താൽ തിരുമനസിന് എന്നെ മുടക്കാൻ അധികാരമുണ്ട് എന്നും ഒക്കെ പറയുന്നതായ തീരുമാനങ്ങൾ അതിനകത്ത് നിർത്തും. കൊല്ലം, തുമ്പമൺ, നിരണം, കോട്ടയം, കണ്ടനാട്, കൊച്ചി, അങ്കമാലി, ഇങ്ങനെ 7 ഭദ്രാസനങ്ങളായിട്ടാണ്. അതിന് 7 ഭദ്രാസനത്തിനും വേണ്ടി മെത്രാന്മാരെ വാഴിച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പാണ് 1877 മെയ് മാസം അവസാനമാണ് കൊല്ലം ഭദ്രാസനത്തിന്റെ ചുമതലയിൽ ദിവനാസിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് നൽകി. ഈ മെത്രാപ്പൊലീത്തന്മാരെല്ലാം നേരിട്ട് പാത്രിക്കീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. എല്ലാ മെത്രാപ്പൊലീത്തന്മാരും ദിവനാസിയോസ് മെത്രാപ്പൊലീത്തായെ അനുസരിക്കുന്നുണ്ട്. അവരെല്ലാവരും മാർ ദിവനാസിയോസിന്റെ അസിസ്റ്റന്റന്മാർ എന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് പരിശുദ്ധ പരിമല തിരുമേനി സെമിനാരി കേസിൽ ഹാജരായി കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്നെ വാഴിക്കുന്നതിന് മുമ്പ് നിരണം ഇടവയ്ക്ക് തനിച്ചൊരു മെത്രാൻ ഉണ്ടായിരുന്നതായി അറിവില്ല. മലയാളത്തിന് ആകമാനം ഒരു മെത്രാനാണ് ഉണ്ടായിരുന്നത്. മലങ്കരയ്ക്ക് എല്ലാം അധികാരമുള്ള ആ മെത്രാന്റെ കീഴിലാണ് എന്നെ വാഴിച്ചത്. മലങ്കരയെ നിരണം ഉൾപ്പെടെ 7 ഇടവകളായി വിഭജിച്ച് ആ 7 ഇടവകളും അന്നും ഇന്നും മലങ്കരയിൽ ആകമാനമുള്ള അധികാരമുള്ള മെത്രാന്റെ കീഴിലാണ്. ഞാനൊരു മെത്രാപ്പൊലീത്തയാണ്, എപ്പിസ്കോപ്പ അല്ല. മലങ്കരയിൽ എല്ലായിടത്തും അധികാരമുള്ള മെത്രാൻ എന്ന് ഞാൻ പറഞ്ഞത് ദിവനാസിയോസ് മെത്രാപ്പൊലീത്തയെക്കുറിച്ചാണ്. ഞങ്ങളെ വാഴിച്ച ശേഷം ഞങ്ങളുടെ മേൽ അധികാരം നൽകുന്നതായി അദ്ദേഹത്തിന് സ്ഥാപിക്കോൻ കൊടുത്തില്ല. അദ്ദേഹം അസോസിയേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ടും മുമ്പ് കൊടുത്ത സ്ഥാപിക്കോൻ ഉള്ളതുകൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞത്. എന്നെ വാഴിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയത്. അദ്ദേഹത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കി. അതായത് മലങ്കര ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് പുലിക്കോട്ടിൽ ജോസഫ് ദിവനാസിയോസിനെ ആക്കിയത് പത്രോസ് പാത്രിക്കീസ്വാവയാണ്. അപ്പൊ പത്രോസ് പാത്രിക്കീസ്വാവ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി വെച്ചത് കൊണ്ട് മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് പുലിക്കോട്ട് തിരുമേനിയാണ്. പത്രോസ് പാത്രിക്കീസ്വാവ തന്റെ വാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്ഥാത്തിക്കോൻ കൊടുത്തില്ലെങ്കിലും മുൻ സ്ഥാത്തിക്കോന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നെന്നും ഞാൻ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടവനാണെന്നും പരിമല തിരുമേനി കോടതി പറഞ്ഞെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് എന്നാ കുഴപ്പം? അതെന്തോ പാത്രിക്കീസിന് എന്തോ വീഴ്ച വന്ന രീതിയിലാണ് ഇദ്ദേഹം ഇരുന്ന് പറയുന്നത്. ബാക്കി പറ അച്ഛ മേടിക്കുന്ന കൂലി. എല്ലാ ഇടവുകളും പൊതുപ്പെട്ട കാര്യങ്ങൾക്ക് മേലാവി ദിവനാസിയോസ് മെത്രാപ്പൊലീത്ത ആണെന്നും പരിശുദ്ധ പരിമല തിരുമേനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ മാത്രം നിൽക്കുന്നില്ല പാത്രിക്കീസിന്റെ അധികാരം. ഈ ഓരോ ഭദ്രാസനങ്ങൾ കഴിഞ്ഞ് ഭദ്രാസന വിഭജനം നടത്തി ഈ മെത്രാന്മാരിൽ നിന്നെല്ലാം നേരിട്ട് ഉടമ്പടി വാങ്ങിച്ചു. അതിനുശേഷവും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്കമാലി, കൊച്ചി, തുമ്പമൺ എന്നീ ഭദ്രാസനങ്ങൾ മെത്രാപ്പൊലീത്തന്മാർ കാലം ചെയ്തപ്പോൾ അവർക്ക് പകരം ആളുകളെ പട്ടം കൊടുത്ത് നിയമിക്കുവാനുള്ള അധികാരം പാത്രിക്കീസിനുള്ളതെന്നായിരുന്നു പാത്രിക്കീസിന്റെ അവകാശവാദം. അദ്ദേഹം കടവിൽ അത്താനാസിയോസിനെ അയച്ച കൽപ്പനയിൽ നിന്ന് അത് വ്യക്തമാണ്. പിന്നെയും മർഷിമോൻ ദിവനാസിയോസിന്റെ ഇടവകയും കൊച്ചി, യൂലിയോസിന്റെ ഇടവകയും തുമ്പമൺ വിധവകളായിരിക്കാമല്ലോ. ഓരോ ഇടവകക്കാർ തങ്ങളുടെ മേൽപ്പട്ടക്കാരെ ഉണ്ടാക്കുവാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ അവർ ആ ആളിനെ തിരഞ്ഞെടുക്കുകയും സർക്കാർ രജിസ്റ്ററോടുകൂടി വരികയും ചെയ്യട്ടെ. നാം അവർക്ക് പട്ടം കൊടുക്കുമെന്ന് നിങ്ങൾ അവരെ അറിയിപ്പീൻ. മെത്രാൻ സ്ഥാനം പ്രാപിക്കാനുള്ളവർ പാത്രിക്കീസിനെ അംഗീകരിക്കുന്ന രജിസ്റ്റേർഡ് ഉടമ്പടിയുമായി ചെല്ലുവാനാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാവ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ മലങ്കര സഭയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെ ഭദ്രാസനങ്ങൾ വിഭജനങ്ങൾ ഭാവിയിൽ ഗുണമായി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഭദ്രാസന വിഭജനം നടത്തുവാനായിട്ട് സാധിച്ചു. പാത്രിക്കീസിന്റെ അധികാരം സ്ഥാപിക്കാൻ ഒരു സെക്കൻഡ് വിഴുങ്ങി പറഞ്ഞിട്ടുണ്ടോ ഭാവിയിൽ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഏത് ശിക്ഷയും തൽക്കാലത്തേക്ക് കയ്പായി തോന്നുമെങ്കിലും പിന്നീട് മധുരമായി അനുഭവപ്പെടുമെന്നാണ് എബ്രാഹിം ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കണ്ടേ? അപ്പോ ഭാവിയിൽ അത് ഗുണമാണെന്ന് ഈ അച്ഛൻ ഇരുന്ന് പറയുമ്പോൾ പത്രോസ് പാത്രിക്കീസ് ബാവ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു, ദീർഘദർശിയായിരുന്നു എന്ന്, ക്രാന്തദർശിയായിരുന്നു എന്നങ്ങ് അംഗീകരിക്കുക. 150 വർഷം കഴിഞ്ഞ് പിന്നെ അത് പറഞ്ഞിരുന്ന് കരയുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ നല്ല മനസ്സിന് നല്ല നമാവാകാച്ച. നാണം എന്ന് പറയുന്നത് സ്വന്തമായിട്ടില്ലേലും ജനിച്ച കരയിൽ ആർക്കെങ്കിലും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലും ഇല്ലല്ലോ അച്ഛാ.
നാണമില്ലാത്തവ. ായിട്ട് സാധിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മാനേജിംഗ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഭരണകാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ മുളന്തുരുത്തി സിനോദോസും അതിനുശേഷം ഉണ്ടായിരുന്ന അനുബന്ധ സംഭവങ്ങളും കാണിക്കുന്നു. എന്നാൽ ഈ ഭദ്രാസന വിഭജനത്തിന്റെ പൂർണ്ണമായ പ്രയോജനം മലങ്കര സഭയ്ക്ക് ഉണ്ടാകുന്നത് കാതോലിക്ക വാഴ്ചയോടുകൂടിയാണ്. 1912 ഓരോ മെത്രാപ്പൊലിത്ത വാസ്തവം ഈ മെത്രാപ്പൊലിത്തന്മാരുടെ ഏകനായക ശക്തി കുറയ്ക്കുവാൻ വേണ്ടിയാണ് പാരിത്രിയർക്കീസ് ബാവ ഓരോ ഭദ്രാസനങ്ങളെ ഉണ്ടാക്കുകയും മെത്രാന്മാരെ പുതുതായിട്ട് വാഴിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒത്തിരി മെത്രാച്ചന്മാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീട് പാത്രിയർക്കീസിന്റെ അധികാരം പൂർണ്ണമായി മലങ്കര സഭയെ സ്ഥാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. 1900 വടശ്ശേരി തിരുമേനിയെ മുടക്കുന്നു. വടശ്ശേരി തിരുമേനിയെ മുടക്കിയാലും മുടക്കേക്കാത്ത വേറെ മെത്രാച്ചന്മാർ ഇവിടെയുണ്ട്. അങ്ങനെ ഒന്നാണ് മുറിവറ്റത്തിൽ ഇവാനിയോസിനെ കാതോലിക്കായിട്ട് വാഴിക്കുന്നത്. ഞാൻ നിർത്തി ഞാൻ കൈ രണ്ടും പൊക്കി നിൽക്കുക. സറണ്ടർ. വട്ടശ്ശേരി മുടക്കപ്പെട്ടവനാണെന്ന് അച്ഛൻ പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ നമുക്ക് ഇന്ന് ഇതുകൊണ്ട് നിർത്താം. വട്ടശ്ശേരിക്ക് മുടക്കുള്ളത് കൊണ്ടാണ് പുള്ളിക്ക് കാതോലിക്ക ആകാൻ പറ്റാഞ്ഞെന്നും മുറുമറ്റത്തി പൗലൂസിനെ കാതോലിക്ക ആയിരിക്കുന്നത് വട്ടശ്ശേരി മുടക്കപ്പെട്ടവനായിരുന്നത് കൊണ്ടാണെന്നും നമ്മുടെ എം.ഒ. ജോണച്ചൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി. എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. താങ്ക് യു.